ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ ബിസിനസ് സ്റ്റാർ പരിപാടിയിലേക്ക് കേരള വിഷൻ പ്രേക്ഷകരേവരെയും തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി വളരെ വളരെ എന്താ പറയുക, നല്ലൊരു ഹ്യൂമറസ് പേഴ്സണാണ്. മാത്രമല്ല വളരെ ലൈവ്ലി പേഴ്സണാണ്. അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് അതിനേക്കാട്ടിലും ഉപരി നല്ല ലൈവ്ലി ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ, ലൈവ്ലി ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? നമ്മൾ സ്ഥിരം റോഡുകളിൽ കാണാനുള്ള വലിയ വലിയ ഹോർഡിങ്സ്, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ കാണാനുള്ള സൈൻ ബോർഡ്സ്, അല്ലെങ്കിൽ ഫ്ലെക്സ് ആൻഡ് വിനൈൽ പ്രിൻറ്റിങ്. നമ്മളെല്ലാവരും ഫ്ലെക്സ് ആൻഡ് വിനൈൽ പ്രിൻറ്റിങ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, ആസ് ഇൻ ദ ഫോം ഓഫ് ബാനർ. സോ അദ്ദേഹം ഇതൊക്കെയാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തിൽ ഷാ ആർട്സ് ഫോർ ദ പാസ്റ്റ് 23 years, മോർ ദാൻ 23 years, 23 കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് ഈ ബിസിനസ്സിൽ അദ്ദേഹം വിജയം നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നുണ്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ഷാജി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഷാർട്സ് ഫോർ ദിസ് പ്രോഗ്രാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. സോ നേരത്തെ തന്നെ പറഞ്ഞു സർ വളരെ ഹ്യൂമറസ് ആണ്, ലൈവ്ലി ആണ്. എന്നുവെച്ചാൽ ഇപ്പം ഇത്രയും നേരം കുറച്ച് നേരത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഇത്രയുമുള്ള ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ്സിൽ കാണിക്കുന്നുണ്ടാവുമല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര സമയം വർക്ക് ചെയ്യും? രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ വർക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് വർക്കിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും. അടുത്ത ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തകളായിരിക്കും. ഓക്കെ, ഫിസിക്കലി 9 to 5, മെന്റലി ആഫ്റ്റർ 5. ഓക്കെ ഓക്കെ സാർ, ഇന്നിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് മോർ ദാൻ 23 years ആയി. ഇതിന് മുന്നതായിട്ട് ഈ ബിസിനസ്സിൽ എത്തിപ്പെടാനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ബിസിനസ്സിലേക്ക് എത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചെറുപ്പം മുതൽ തന്നെ വരാം. സാർ ജനിച്ച സ്ഥലം എവിടെയാണ്? ജനിച്ചത് ട്രിവാൻഡ്രം. എവിടെയാണ്? മുട്ടത്തറ. അപ്പോൾ അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ എൻ്റെ 4ാമത്തെ വയസ്സിൽ മരിക്കുണ്ടായി. ശരി. അപ്പോൾ കുടുംബത്തിന് ആരാ? കുടുംബത്തിന് മാമന്മാരായിരുന്നു നോക്കിയത്. പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഈ മാമന്മാരുടെ കൺട്രോളിൽ വളരുന്ന കുട്ടികൾ എപ്പോഴെങ്കിലും ഒരു ദിവസം അങ്ങ് പൊട്ടി പോയാൽ മതി എന്നുള്ള ഒരു തോന്നലായിരിക്കും വളരുന്നത്. അത് അങ്ങനെ സത്യമാണോ? അത് കുറച്ച് കൺട്രോളായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നന്നായി. ഓക്കെ. പഠിച്ചതൊക്കെ എവിടെ തന്നെ? ട്രിവാൻഡ്രത്ത് തന്നെ. ഞാനിവിടെ പ്രീ ഡിഗ്രി പോയിട്ട് പിന്നെ കോളേജ് ഓഫ് ഫൈനാൻസിൽ 6 വർഷം കോളേജ് ഓഫ് ഫൈനാൻസിൽ പഠിച്ചു, ഇവിടെ പാളയത്ത്. അവിടെ പഠിച്ചിട്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം ഫൈനാൻസിൽ പെയിൻറ്റിങ്. അവിടെ എല്ലാം പഠിക്കണം. പെയിൻറ്റിംഗ് ഉണ്ട്, സ്കൾപ്ചർ ഉണ്ട്, അപ്ലൈഡ് ആർട്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എടുത്തിരിക്കുന്ന പെയിൻറ്റിംഗ് ആയിരുന്നു. BFA in painting, Bachelor of Fine Arts in Painting. അപ്പോൾ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പെയിന്റിംഗ് ഉണ്ട്. നമുക്ക് വാൾ പെയിന്റിംഗ് ഉണ്ട്, നമുക്ക് എന്താ പറയുക ഫാബ്രിക് പെയിന്റിംഗ് ഉണ്ട്, ക്യാൻവാസ് പെയിന്റിംഗ് ഉണ്ട്, ഒത്തിരി പെയിന്റിംഗ് ഉണ്ട്. സാർ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്? ക്യാൻവാസ് പെയിന്റിംഗ്. എന്തായിരുന്നു ഫൈൻ ആർട്സ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റ്? അതെനിക്ക് കുട്ടിക്കാലം തൊട്ട് ഈ കലയോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചിത്രരചന എനിക്ക് വളരെ ഹരമായിരുന്നു. അങ്ങനെ ആണ് ആ കോളേജ് ഓഫ് ഫൈനാൻസിലോട്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ പ്രയാസമായിരുന്നു. പലയിടത്തുനിന്നും പല ആൾക്കാരും പല നാട്ടിൽ നിന്ന് വരുന്നവർക്ക് 30 പേരെ മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. അതിൽ എനിക്ക് 3ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. ഇതല്ലാതെ ഫൈൻ ആർട്സ് അല്ലാതെ വേറെ എന്തെങ്കിലും കലാപരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? വേറെ കലാപരമായിട്ട് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. പിന്നെ ഫൈൻ ആർട്സ് പഠിച്ച് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ? ദൂരദർശനിൽ ജോലി ഉണ്ടായിരുന്നു. ദൂരദർശനിൽ സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു. ഇവിടെ ദൂരദർശൻ തുടങ്ങുന്ന സമയത്തായിരുന്നു എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടിയത്. അങ്ങനെ അത് വേണ്ടാന്ന് കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്, ബിസിനസ്സിലോട്ട് വന്നത്. ദൂരദർശൻ എന്തായിട്ടാണ്? ആർട്ടിസ്റ്റായിട്ട്. ക്യാൻവാസ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ്? അല്ല, ക്യാൻവാസ് അല്ല, ഈ നെയിമൊക്കെ എഴുതുന്നത്. ഇപ്പോഴാണല്ലോ കമ്പ്യൂട്ടർ, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് എല്ലാം ബ്രഷ് കൊണ്ട് എഴുത്തായിരുന്നു, ഈ നെയിമൊക്കെ എഴുതുന്നതായിരുന്നു. നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു റെസ്പെക്റ്റ് എല്ലാവരും തരാറുണ്ട്. ഏത് മെയ്ഡ് ബി പെയിന്റിങ് എന്ത് തന്നെ ആയാലും കലാപരമായിട്ടുള്ള ഒരു വ്യക്തികളെ അല്ലെങ്കിൽ കലാപരമായിട്ട് നല്ലൊരു നോളജുള്ള ഒരു വ്യക്തിനെ നല്ലോണം റെസ്പെക്ട് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൂരദർശനിൽ അത്രയുമുള്ള ഒരു റെസ്പെക്റ്റോടുള്ള ഒരു പൊസിഷൻ ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അതിനെ വിടാൻ? അന്ന് എനിക്ക് അതിലൊരു വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ബിസിനസ്സിലാണ് താല്പര്യം. ബിസിനസ്സിലാണ്. കൊച്ചൊരു ബിസിനസ് മാൻ ആയിരുന്നു അകത്തും മൈൻഡിനകത്ത് അന്നോട്ടെ അത് തന്നെ. പക്ഷെ എങ്ങനെയാണ് കുടുംബത്തിൽ ആരും തന്നെ ബിസിനസ് ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം ബിസിനസ് ഇൻട്രസ്റ്റ് വന്നത്? ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും. പിന്നെ ആദ്യമായി തുടങ്ങുന്ന ബിസിനസ് ആണോ ഷാർട്സ്? അതെ. ഈ ദൂരദർശനിൽ പുറത്ത് വന്ന വഴിക്ക് തന്നെ തുടങ്ങി? പുറത്ത് വന്നപ്പോൾ തന്നെ ഷാ എന്നും പറയും. എൻ്റെ പേരിൻ്റെ ഒരു 3 അക്ഷരമാണ്, SH. അത് ആ ഒരു പേര് എൻ്റെ ഒരു മാമനാണ് സെലക്ട് ചെയ്യുന്നത്. ഈ
ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഏത് വർഷത്തിലാണ് 1983 ഇഷ എന്ന് പറഞ്ഞത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ മോർ ദാൻ 27 ഇയേഴ്സ് ആയി. വരുന്നുണ്ട്. 23 അല്ല, മോർ ദാൻ 27 ഇയേഴ്സ് ആയി. അപ്പോൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ 27 വർഷം എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് 3 ഡീക്കേഡായി, 3 തലമുറകൾ ഉള്ള ആ ഒരു, ഐ മീൻ 10 വർഷമായിട്ട് 3 ഡീക്കേഡ് കടന്നു കഴിഞ്ഞു. നിങ്ങൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രിന്റിംഗ് ഏരിയയും അല്ലെങ്കിൽ ഈ ഹോർഡിങ്സ് ഏരിയയും ഇന്ന് നിൽക്കുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ തുടക്കത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ഇതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അന്നൊക്കെ ഞങ്ങൾക്ക് കോഡിങ്സ് എന്ന് പറഞ്ഞത്, ഇപ്പം കോഡിങ്സ് ബിസിനസ്സിൻ്റെ ഏറ്റവും മെയിൻ ഒരു പാർട്ടാണ് പബ്ലിസിറ്റിയുടെ. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ പെയിൻറ്റ് ചെയ്യണം. ഇപ്പോഴത് വേണ്ട. ഇപ്പോഴും ഫ്ലക്സ് ഉള്ളതുകൊണ്ട് അത് എളുപ്പമുണ്ട്. അന്ന് തൊഴിലാളികളെ കിട്ടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ രാവിലെ പറഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു ഹോർഡിങ് റെഡി.